ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോബബിൾ എറർ എന്ന ഒരു ടോപ്പിക്കിനെ പറ്റിയാണ്. അപ്പോൾ നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു ടോപ്പിക്കാണിത്. അപ്പോൾ എന്താണെന്നുള്ളത് നോക്കാം. പ്രോബബിൾ എറർ ഷോസ് ദ ലൈക്ലി റേഞ്ച് ഓഫ് എറർ ഇൻ ദ കോറിലേഷൻ വാല്യൂ. നമ്മൾ കോറിലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമല്ലോ, അപ്പോൾ ആ കോറിലേഷൻ്റെ വാല്യൂവിൽ സംഭവിക്കാൻ ചാൻസ് ഉള്ള എറർ, എത്രത്തോളം എറർ വരാം, എത്രത്തോളം വേരിയേഷൻസ് വരാം, അതിൻ്റെ ഒരു ലൈക്ലി റേഞ്ചിനെയാണ് പ്രോബബിൾ എറർ എന്ന് പറയുന്നത്. അപ്പം എത്രത്തോളം ആ ഒരു വാല്യൂവിൽ നിന്നും ചേഞ്ചസ് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പ്രോബബിൾ എറർ ഇൻ കോറിലേഷൻ ടെൽസ് ഹൗ റിലയബിൾ എ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് ഈസ്. അപ്പോൾ നമ്മുടെ കോറിലേഷൻ്റെ വാല്യൂ എത്രത്തോളം റിലയബിൾ ആണ് എന്നത് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു മെത്തഡാണ് പ്രോബബിൾ എറർ, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നൊരു ടൂളാണ് പ്രോബബിൾ എറർ എന്ന് പറയുന്നത്. ഇഫ് ദ കോറിലേഷൻ ഈസ് മച്ച് ലാർജർ ദാൻ ദ പ്രോബബിൾ എറർ, ഇറ്റ് മീൻസ് ദ കോറിലേഷൻ ഈസ് മീനിങ് ഫുൾ ആൻഡ് നോട്ട് ബൈ ചാൻസ്. അപ്പോൾ നമ്മൾ ഈ പ്രോബബിൾ എററും കോറിലേഷനും തമ്മിൽ നമുക്ക് കമ്പാരിസൺ നടത്തുമ്പോൾ നമുക്ക് ഈ കോറിലേഷൻ്റെ സിഗ്നിഫിക്കൻസ് എത്രത്തോളമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സപ്പോസ് പ്രോബബിൾ എററിൻ്റെ വാല്യൂവിനേക്കാൾ ഒരുപാട് വലിയതായിട്ടുള്ളൊരു വാല്യൂ ആണ് കോറിലേഷന് വരുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ കോറിലേഷൻ എന്ന് പറയുന്നത് മീനിങ് ഫുൾ ആണ്, സിഗ്നിഫിക്കൻ്റ് ആണ് എന്നതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ കോറിലേഷൻ അവിടെ സ്ട്രോങ് ആയിട്ടുള്ളൊരു കോറിലേഷൻ ഉണ്ട്, സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കോറിലേഷൻ ആണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്കൊരു ഫോർമുല ഉണ്ട്. 0.6745 ഇൻറ്റു 1 മൈനസ് ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ √n. അപ്പോൾ ഇവിടെ ആർ സ്ക്വയർ എന്ന് പറയുന്നത് കോറിലേഷൻ, ആർ എന്ന് പറയുന്നത് നമുക്കറിയാം കോറിലേഷനാണ്. അപ്പോൾ കോറിലേഷൻ്റെ സ്ക്വയർ ആണ് ഈ ആർ സ്ക്വയർ എന്ന് പറയുന്നത്. എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആണ്. ഇനി നമുക്കിവിടെ ഒരു വാല്യൂ തന്നിട്ടുണ്ട് 0.6745 എന്ന് പറയുന്നത്. അത് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള വാല്യൂ ആണ്. അപ്പോൾ ഈ ഒരു വാല്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ നിന്നും ഒരു അപ്രോക്സിമേറ്റ് ആയിട്ട് ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ വാല്യൂ, ആ ഒരു രീതിയിലാണ് ഈ 0.6745 നമ്മൾ കണക്കാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോർമുല ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. എന്നാൽ മാത്രമേ നമുക്ക് പ്രോബബിൾ എറർ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ യൂസസ് ആണ്. പ്രോബബിൾ എററിൻ്റെ യൂസസ് അല്ലെങ്കിൽ യൂട്ടിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായിട്ടും 2 യൂസസ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് കോറിലേഷൻ ആൻഡ് സെക്കൻഡ് വൺ ഡിറ്റർമിനേഷൻ ഓഫ് ലിമിറ്റ്സ്. അപ്പോൾ ആദ്യത്തെ യൂസേജ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. പ്രോബബിൾ എററിൻ്റെ വാല്യൂ യൂസ് ചെയ്തിട്ട് കോറിലേഷൻ എങ്ങനെയൊക്കെയാണ് ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ആ കോറിലേഷൻ്റെ വാല്യൂവും പ്രോബബിൾ എററിൻ്റെ വാല്യൂവും തമ്മിൽ കമ്പയർ ചെയ്യണം. ഏതാണ് ഹയസ്റ്റ്, ഏതാണ് ലോവസ്റ്റ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇഫ് ആർ ലെസ് ദാൻ പ്രോബബിൾ എറർ, അതായത് പ്രോബബിൾ എറർ ആണ് വലുതെന്ന് വിചാരിക്കാം. ആറിൻ്റെ വാല്യൂ ലോവസ്റ്റ് ആയിട്ടുള്ള വാല്യൂ ആണ്. അപ്പോൾ കോറിലേഷനേക്കാൾ പ്രോബബിൾ എറർ കൂടുതലാണെങ്കിൽ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദർ ഈസ് നോ കോറിലേഷൻ എന്നതാണ് മനസ്സിലാക്കേണ്ടത്. അവിടെ കോറിലേഷൻ ഇല്ല. ഇനി അതേസമയം ആർ ഗ്രേറ്റർ ദാൻ പ്രോബബിൾ എറർ, പ്രോബബിൾ എററിനേക്കാൾ വലിയ വാല്യൂ ആണ് കോറിലേഷൻ എന്നുണ്ടെങ്കിൽ അവിടെ കോറിലേഷൻ ഉണ്ട്, ദർ ഈസ് കോറിലേഷൻ എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെ ഒരു കോറിലേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ചെയ്യുന്ന കോറിലേഷൻ സിഗ്നിഫിക്കൻ്റ് ആണോ അല്ലയോ എന്നതാണ് നമ്മൾ അടുത്തതായിട്ട് നോട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രോബബിൾ എററിൻ്റെ വാല്യൂവിനോടൊപ്പം 6 മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് പ്രോബബിൾ എററിൻ്റെ 6 ടൈംസ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് ആ വാല്യൂവും കോറിലേഷൻ്റെ വാല്യൂവും തമ്മിൽ കമ്പയർ ചെയ്യുക. ഇഫ് ആർ ഗ്രേറ്റർ ദാൻ 6 ടൈംസ് ഓഫ് പ്രോബബിൾ എറർ, അതായത് പ്രോബബിൾ എററിൻ്റെ 6 ടൈംസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു, അതിനേക്കാളും വലിയ വാല്യൂ ആണ് കോറിലേഷൻ്റെ അവിടെ ഉള്ളത് എന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, ദർ ഈസ് സിഗ്നിഫിക്കൻറ്റ് കോറിലേഷൻ. അവിടെ ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കോറിലേഷനാണ്. അവിടെ ജസ്റ്റ് ഒരു ചാൻസ് മാത്രമല്ല, സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കോറിലേഷൻ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നതാണ് മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തെ യൂസേജ് എന്ന് പറയുന്നത് ഡിറ്റർമിനേഷൻ ഓഫ് ലിമിറ്റ്സ്. നമുക്ക് കോറിലേഷൻ്റെ വാല്യൂവിൻ്റെ 2 ലിമിറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഈ പ്രോബബിൾ എറർ എന്ന് പറഞ്ഞാൽ പറയുന്നത് എന്താണ്, കോറിലേഷൻ വാല്യൂവിൽ സംഭവിക്കാനായിട്ടുള്ള വേരിയേഷൻസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എറർ എത്രയൊക്കെ ആവും എന്നതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ പ്രോബബിൾ എറർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ആ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ കോറിലേഷൻ്റെ 2 ലിമിറ്റും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഈ ഒരു എറർ സംഭവിക്കുമ്പോൾ കോറിലേഷൻ്റെ വാല്യൂ എത്രത്തോളം കൂടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്, എത്രത്തോളം കുറയാനായിട്ടുള്ള ചാൻസ് ഉണ്ട് എന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ലിമിറ്റ് ഡിറ്റർമൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ആർ പ്ലസ് ഓർ മൈനസ് പ്രോബബിൾ എറർ ചെയ്താൽ മതി. കോറിലേഷൻ്റെ വാല്യൂവിനോടൊപ്പം പ്രോബബിൾ എറർ ആഡ് ചെയ്യുക. അതാണ് ഏറ്റവും ഈ പറയുന്ന റേഞ്ചിൽ ഹയസ്റ്റ് റേഞ്ചിൽ വരുന്ന വാല്യൂ എന്ന് പറയുന്നത്. അത്രയും വരെ കൂടാനായിട്ടുള്ള ചാൻസ് ഉണ്ടാവും. ഇനി അതുപോലെ തന്നെ ആർ മൈനസ് പ്രോബബിൾ എറർ, കോറിലേഷൻ നിന്ന് പ്രോബബിൾ എററിൽ മൈനസ് ചെയ്യുക. അപ്പോൾ മൈനസ് ചെയ്യുമ്പോൾ അത്രത്തോളം ആ ഒരു കോറിലേഷൻ്റെ വാല്യൂ കുറയാനായിട്ടുള്ള ചാൻസ് അവിടെ ഉണ്ട്. അപ്പോൾ കോറിലേഷൻ്റെ വാല്യൂവിൽ എത്രത്തോളം വേരിയേഷൻസ് വരാം
വരാം. ആ ഒരു സെയിം യൂണിവേഴ്സിൽ നിന്ന് തന്നെ നമ്മുടെ സെലക്ട് സാമ്പിൾസ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്ന കോറിലേഷനിൽ എത്രത്തോളം ചേഞ്ചസ്, ഏതൊരു റേഞ്ചിനുള്ളിൽ ചേഞ്ചസ് വരാം